നമസ്കാരം സാർ. ഇത് വിദ്യാനഗറിന്റെ കളക്ടർ റോഡാണ്. കോർട്ടിലേക്കുള്ള എല്ലാ ഗവൺമെന്റ് അധികാരികൾ പോകുന്ന റോഡാണ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപാട് മരങ്ങൾ, ഭീഷണിയായ മരത്തിന്റെ ഏലുകളുണ്ട്. ഇന്നലെ വന്ന മരത്തിൻ്റെതാ, ഇന്നലെ രാത്രി പോണതാ, 10:30 മണിക്ക് 11 മണിന്റെ കടയിൽ പോണതാ. ഒന്നാമത് ആ വലിയ കാറ്റ് വന്നതാ, ഇങ്ങനെ പിടിച്ച് പോണത്. ഇനി അടുത്ത മരം ബാക്കിയുണ്ട്. ഇതാ ഇത് ഇതിലേക്ക് തന്നെയുള്ളതാ, ഇത് പോകാനായിട്ടുണ്ടത്. ഇത് ഇതിലേക്ക് തന്നെ പോകും. കിടന്നോ. രാത്രി 10:30 മണിക്ക് 11 മണിന്റെ ഇടയിൽ ഞാൻ എന്തോ വലിയൊരു കാറ്റ് വന്നു, അങ്ങനെ പോയതാണ്. ഇതാ റെയിലെല്ലാം നോക്കണതാ, അതെല്ലാം ഇത് ഏല് അറ്റം മുകളിൽ കമ്പിക്ക് പോയിട്ട് ഇതാ ഇലക്ട്രിക് പോസ്റ്റ് ഒന്ന് ഇപ്പം മാറ്റി. ഒരു പോസ്റ്റ് മാറ്റിന് ഇനിയും പോസ്റ്റിന് ഭീഷണിയുണ്ട്. ഇതാ ഈ ഒരു പോസ്റ്റ് ഇപ്പം മാറ്റിയത്. ഇതാ മറ്റേ പോസ്റ്റ് അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം മരം കാറ്റിന് പൊളിഞ്ഞ് പോയിട്ട് റോട്ടിൽ തന്നെ ഉള്ളത്. ഇതിനെ മാറ്റാനോ നടന്നു പോകാനുള്ള ഭയമൊന്നുമില്ല, റോട്ടിലാണ് നടക്കേണ്ടത്. മരം പൊളിഞ്ഞ് മുട്ടു, ഒരാളും ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ല. വെള്ളം കൊയ്കളെല്ലാം കണ്ട, ഒരുപാട് കൊയ്. ആ സൈഡിൽ വീതിയില്ല, വീതി ഉണ്ടെങ്കിൽ തന്നെ പുടുപ്പാത്തില്ല, ശരിക്ക് പുടുപ്പാത്തില്ല. കണ്ടാ സാർ, ഇതാ ഇത് സ്കൂളാണ് സാർ. ഇത് നയമോറമല സ്കൂള്. ഇവിടെ കുട്ടികൾക്ക് നടന്നിട്ട് പോകാനുള്ള ഇത് റോഡാണ്. ഇത് ഇവിടുന്ന് കലക്ട്രേറ്റ് വരെയുള്ള ഫുട്പാത്ത്, ഒരു സൈഡിലും വെള്ളം പോകാനുള്ള സംവിധാനമില്ല. അങ്ങോളം നടന്നു പോകാനുള്ള സംവിധാനം റോഡിലാണ് ജനങ്ങളെല്ലാം നടക്കുന്നത്. ഇത് ചിമ്മി ഹൈസ്കൂൾ. പിന്നെ ഈ മരത്തിൻ്റെ ആവശ്യമില്ല സാർ. അതായത് ഇത് നടന്നു പോകുന്ന ഫുട്പാത്തില്ലാതെ ഈ മരം ഉള്ളത്. ഒരു ഗുണത്തിനുള്ള ഒന്നുമില്ലതാ, ഇങ്ങനെ കാടായിട്ട് വെറുതെ ജനങ്ങൾ നടക്കുന്ന വയ്യാണ്. ഇതിൽ വയ്യില്ലതാ, ജനങ്ങൾ നടന്നു തരേണ്ടതില്ലേ. ഇത് ഫുട്പാത്താണ്. ഈ ഫുട്പാത്തിലാണ് പെറ്റ ഫുള്ള് കച്ചരിയും മരങ്ങളെല്ലാം ഉള്ളത്. ഇതൊരു ആവശ്യമില്ലാത്ത മരമാണ്. ഇതെല്ലാം ഏകദേശം ഉണങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഭീഷണിയുള്ള മരമാണ്. ഒന്നെല്ലാം ശരിയാക്കിയിട്ട് ഇതെല്ലാം കൊതു വരുന്ന സ്ഥലമാണ്. ഇതാ റോഡ് കണ്ടത്. ഇതാ ജനങ്ങൾ നടന്നു പോകേണ്ട ഫുട്പാത്താണ്. ഫുട്പാത്തിൻ്റെ അവസ്ഥ ഉണ്ടോ? കയ്യിലെ പോകും സാറേ, ജനങ്ങൾ റോട്ടിലല്ലേ പോകുന്നത്. അങ്ങോളം വളരെ വിഷമം. ഇതാ ഈ മരങ്ങൾ ഭയങ്കര ഭീഷണിയാണ്. ഇതിൻ്റെ ഏല് ഒന്ന് തകർത്തിയാൽ മതിയായിരുന്നു. മരം മുറിച്ചുകൊണ്ടായിട്ടില്ല. പിന്നെ സാർ ഇതാ ഇത് അടുത്ത ഇലക്ട്രിക് പോസ്റ്റാണ്. ചെരിഞ്ഞിട്ടുള്ളത് ഇത് പായതാണ്. ഇവിടെ നോക്കണതാ, ചെരിഞ്ഞിട്ടുള്ള ഇവിടെ മണ്ണിട്ട് കുറച്ച് ടൈറ്റാക്കിയതാണ്. രാത്രി പകല് ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും അവർക്ക് നല്ലോണം കഷ്ടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാ, ജനങ്ങള് കറണ്ട് പോയല്ല വിളിച്ച് ബുദ്ധിമുട്ടാക്കി പിന്നെ അധികാരികൾ. പക്ഷെ എന്തൊക്കെയാണ് നമ്മൾ വിഷമം കൊണ്ട് നമ്മൾ പറയുന്നത് ചോദിക്കുന്നു, അവരോട് ദേഷ്യപ്പെടുന്നു. അവർ മനുഷ്യനെയാണ്. നമ്മൾ അവരോട് ഒരു വാട്സപ്പ് സംവിധാനം ഉണ്ട് ഇപ്പോൾ ചെറുക്കലത്തെ പിന്നെ ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ അതിൽ നിന്ന് സംവിധാനം എന്തെങ്കിലും ആയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയെങ്കിൽ ഫോൾട്ട്, വലിയ ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന ജാഗയിൽ ഇന്ന പ്രശ്നമുണ്ട്, കറണ്ട് വരാൻ സമയം പിടിക്കും. അപ്പോൾ ഒരുപാട് ആൾ വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കുന്നതിനായിട്ട് നല്ലത് ആദ്യം തന്നെ ഒരു വോയിസ് ഇട്ടിട്ടാ അല്ലെങ്കിൽ എഴുതിയിട്ടിട്ടാ ഒന്ന് അധികാരികൾ പറയണം. അപ്പോൾ ഇതിനുള്ള സംവിധാനം ചെയ്യണം സാറേ. ഇത് ഇടിയുണ്ട്. ഇതാ ഇവിടെ നോക്കണതാ. ഇങ്ങനത്തെ കുറേ കൊയ്യുകളുണ്ട്. നടന്നു വരേണ്ട പയ്യാണ്. ഒരു പയ്യും ശരിയില്ല, ഒരു പയ്യും ശരിയില്ല. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ കലക്ട്രേറ്റ് റോഡ് അധികാരികൾ, ഒരുപാട് അധികാരികൾ ഇതിലെ പോകുന്നതാണ്. മനസ്സിലായി? അതെ. പിന്നെ സാറേ ഇവിടെ നോക്കണം മരം. ഇത് പിന്നെ മുറിച്ചു മാറ്റിയ മരം, എല്ലാത്തിനും കാറ്റിന് പൂണ മരം. ഇപ്പത്തെ ചുമരാൻ വരും. ആ സൈഡിൽ നിന്നാണ് പൂണത്. കലക്ട്രേറ്റ് സൈഡിന്റെ ആ സൈഡിൽ നിന്നാണ് മരം പൊളിഞ്ഞ് പോണത്. ഇതാ ഇനി ഇപ്പോ ഇന്നോ നാളെ അതിന് പോയി. അപ്പൊ മുമ്പത്തെ പിന്നെ കലക്ടർ സജിത് ബാബു സാർ ഉണ്ടാകുമ്പോ ആദൂറിന് മുതൽ ഏകദേശം 2-3-4 കിലോമീറ്റർ ഭീഷണിയുള്ള മരം ഇങ്ങനെ JCB കൊണ്ടിട്ട് പിന്നെ ഫയർ സർവീസ് കൊണ്ടിട്ട് ഏകരമുള്ള ജാഗയിൽ റോഡിലേക്ക് ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റി. അതുപോലെ ഒരു സംവിധാനം നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യണം. എവിടുന്ന് കാസർഗോഡ് നമ്മളെ ഈ പിന്നെ ചെർക്കളം മുതൽ പിന്നെ ഇത് കർണാടക ബൗണ്ടറി വരെ ഒരു 30 കിലോമീറ്റർ നിങ്ങൾ അധികാരികൾ നോക്കണം. ഒന്ന് ഇത് ഈ കലക്ടറേറ്റ് ഈ റോഡിൽ വിദ്യാനഗർ കാസർഗോഡ് ഇത് ഈ സൈഡിൽ ഇങ്ങനെ ഭീഷണിയുള്ള മരങ്ങളെല്ലാം നോക്കിയിട്ട് ഇതിനുള്ള അധികാരികൾ വേണ്ട പോലെ ചെയ്യണം. കലക്ടർ സാർ ഉത്സാഹിച്ചെങ്കിൽ ശരിയാവും സാർ. നിങ്ങൾ ഉത്സാഹിച്ചാൽ നിങ്ങൾ ഉത്സാഹിച്ചാൽ ശരിയാവും. ഓക്കെ. കാസർഗോഡ് നിന്ന് ഇരട്ടി മുഹമ്മദ്.